കാറ്റത്തെ കിളിക്കുള്ളിൽ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആ ഭാസ്കരനാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ രാജീവിന് അന്നേ ഒരു സംശയം തോന്നിയതാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുഭാഷും അനിയന്മാരൊക്കെ ആയിട്ടാണെങ്കിൽ നേരെ നമ്മൾ തക്കലയിലേക്കാണെങ്കിൽ നമ്മൾ സുധീഷിനെ തിരക്കി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രാജീവനാണെങ്കിൽ നിധിയെടുത്ത് ആണെങ്കിൽ ഭയങ്കര തകർത്ത് അഭിനയിക്കുന്നുണ്ട്. എങ്ങനെയാണ് സുഭാഷിന് ഒരു കള്ളനാണെന്നുള്ള വരുത്തി തീർക്കാനൊക്കെ വേണ്ടി പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധിയാണെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അങ്ങനെ രാജീവ് നിധിയെടുത്ത് പറയുന്നുണ്ട്, നീ എന്തായാലും അവനെ ഇങ്ങനെ വിശ്വസിക്കുന്ന സ്ഥിതിക്ക് ഞാനാണ് അവനെ തെറ്റിദ്ധരിച്ചെന്നൊക്കെ കരുതിയെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 10% ഞാൻ അവനെ ആ തെറ്റ് ചെയ്യത്തില്ലെന്നുള്ളൊരു പോസിബിലിറ്റി ഞാൻ മനസ്സിൽ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ വിശ്വാസം അവനായിട്ട് തന്നെ തിരുത്തി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അവനാണെങ്കിൽ ഞങ്ങളടുത്ത് നല്ലപോലെ ചിരിച്ച് കളിച്ചൊക്കെ സംസാരിച്ചിട്ടാണെങ്കിൽ നീ ചതി ചെയ്യുമെങ്കിൽ നിൻ്റെ അടുത്ത് അവൻ എന്തെല്ലാം ചതി ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വേണ്ട മോളെ, അവനെ നിൻ്റെ ജീവിതത്തിൽ വേണ്ടാന്നൊക്കെ ഇങ്ങനെ നമ്മൾ രാജീവനാണെങ്കിൽ പറയുന്നുണ്ട് നിധിയെടുത്ത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അവൻ സ്വർണം കൊണ്ടുപോയെങ്കിൽ പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ അവൻ നിന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അവൻ നിൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട മോളെ, ഡിവോഴ്സിൻ്റെ കാര്യത്തിനെല്ലാം അച്ഛനെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ വീട്ടിൽ ഇരുന്ന് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പഠിക്കുകയോ ജോലിക്ക് പോവുകയോ അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നീ ചെയ്തോ എന്നൊക്കെ രാജീവൻ പറയുന്നുണ്ട്. എന്ത് ചെയ്താലും നീ ഇവിടെ ഇരുന്ന് തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിന്നെ തന്നെ എനിക്ക് നഷ്ടമാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിധിയുടെ മുമ്പിൽ ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടൊക്കെ ആണെങ്കിൽ രാജീവൻ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ അരുണാണെങ്കിലും പറയുന്നുണ്ട്, നിധി ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെ ആണെങ്കിൽ നീ ആണെങ്കിൽ ഒരു ജീവിതം നീ കണ്ടെത്തിയ ആ ജീവിതം എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ നീ ആ ഒരു ജീവിതത്തിൽ നിന്ന് പിന്മാറാനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അരുണാണെങ്കിലും ഞൊണ്ടിക്കാരൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിലും നമ്മൾ ഹേമയും വന്നിട്ടാണെങ്കിൽ നിധിയെടുത്ത് സംസാരിക്കുന്നതും പേരും പറഞ്ഞിട്ട് നിനക്ക് എന്താ മോളെ മനസ്സിലാവാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് കേൾക്കാനൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവരെ വരുതിയിലേക്ക് നമ്മൾ നിധിയാക്കാൻ വേണ്ടിയൊക്കെ അവരൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ സുധീഷാണെങ്കിലും ഹരീഷും നമ്മൾ നികേഷും കൂടെ ആണെങ്കിൽ തക്കല എത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അവർ പറയുന്നുണ്ട്, നമ്മൾ സുധിയെ അന്വേഷിക്കുക, എവിടെ പോയി നമ്മൾ അന്വേഷിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നേരെ നിധിയുടെ വീട്ടിലോട്ട് പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ നികേഷ് പറയുന്നുണ്ട്, ഇവിടെ നിന്നാണെങ്കിൽ 10 മിനിറ്റ് കൂടെ പോയാൽ ഏട്ടത്തിയുടെ വീടാവുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോയാലോ, അയാളായിരിക്കും സുധീഷിനെ പിടിച്ച് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് പറയുന്നത്, ഒന്നാതെ അവരാണെങ്കിൽ സ്വർണവും പണയമാണെങ്കിലും നമ്മൾ സുധീഷ് എടുത്തുകൊണ്ട് പോയെന്നാണ് അവർ വരുത്തി തീർക്കാൻ വേണ്ടി നോക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ചീത്ത വിളിച്ചോ ഓട്ടിക്കുമല്ലോ എന്നൊക്കെ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്. എൻ്റെ ഇടയ്ക്കൂടാണെങ്കിൽ നമ്മളെ നീതു ആണെങ്കിൽ നമ്മൾ ഹരീഷിനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണെങ്കിൽ ഹരീഷ് ആണെങ്കിൽ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ നാളെ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാതെ മനുഷ്യൻ ടെൻഷൻ കയറി ഇരിക്കുക, നീ ഒന്ന് വെച്ചിട്ട് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നീതു ചോദിക്കുന്നുണ്ടോ, എന്നെ അടുത്തല്ലേ, അപ്പോൾ നിൻ്റെ കൂടെ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഹരീഷിനൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഹരീഷാണെങ്കിലാണ് ഫോൺ എടുത്താണെങ്കിൽ എറിയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നികേഷാണെങ്കിലും സുഭാഷാണെങ്കിലും ചോദിക്കുന്നത്, എന്തുവാണ് എന്താ പറ്റി ഫോണൊക്കെ എടുത്ത് എറിയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതൊരു കസ്റ്റമർ ആട്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചാണെങ്കിൽ ഭയങ്കര ടോർച്ചർ തന്നുകൊണ്ടൊക്കെ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ കാണിക്കുന്നത് നമ്മളാണെങ്കിലും ഇങ്ങനെ കസര എത്തിയിട്ടാണെങ്കിലും ഗുണ്ടകളാണെങ്കിലും ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് നോക്കുമ്പോൾ അവിടെ തറയിലൊരു ഫോൺ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സുധീഷാണെങ്കിൽ കസേരയൊക്കെ നീക്കി നീക്കി ഫോണിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് മനസ്സിൽ, അയ്യോ ഇതിനകത്ത് ലോക്ക് കാണില്ല, ലോക്ക് കണ്ടാൽ ഞാൻ പെട്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ സുധീഷാണെങ്കിൽ കാല് വെച്ച് ഇങ്ങനെ ഫോൺ ഓണാക്കി നോക്കുന്ന സമയത്താണെങ്കിൽ ലോക്ക് ഇല്ല. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷാണെങ്കിലും ഫോണ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഹരീഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷിനെ വിളിക്കുന്ന സമയത്താണെങ്കിൽ ഹരീഷിൻ്റെ ഫോൺ കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ സുഭാഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് ആദ്യം വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തൊന്നുമില്ല. പിന്നെ രണ്ടാമത് വീണ്ടും വിളിക്കുന്നുണ്ട്. വിളിക്കുന്ന സമയത്താണെങ്കിൽ സുഭാഷ് പറയും, അത് ജോലിക്ക് വേണ്ടി ആരെങ്കിലും വിളിക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും ഒന്ന് എടുത്തു നോക്കുക കേട്ടോ, ചിലപ്പം അതല്ലെങ്കിലോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്നതാണോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നികേഷും പറയും, അതേ ഏട്ടാ ഏട്ടനൊന്ന് ഫോൺ എടുത്ത് നോക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷാണെങ്കിൽ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സുധീഷ്, അപ്പോൾ സുധീഷ് സുഭാഷ് ഏട്ടാ ഞാൻ, അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷ് ചോദിക്കും, നീ എവിടെയാണ്, ഇത് എവിടെ പോയി കിടക്കുന്നത്, നിന്നെ കാണാനില്ലല്ലോ, നിന്നെ തിരക്കാൻ ഞങ്ങൾ ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയും, എനിക്കറിയത്തില്ല കേട്ടോ, ആരോ കുറച്ച് ഗുണ്ടകൾ എന്നെ പിടിച്ചുകൊണ്ടെന്ന് ഇവിടെ കെട്ടിയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് ചോദിക്കും, ഇത് എവിടെ നീ എന്ന് ചോദിക്കുമ്പോൾ പറയും, തക്കലയിൽ തന്നെയാന്ന് പറയും. അപ്പം നമ്മൾ സുഭാഷ് ഞങ്ങളും തക്കലയുണ്ടെന്നൊക്കെ പറയുമ്പം സുഭാഷ് ചോദിക്കും എവിടെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സുധീഷാണെങ്കിൽ ഒരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ പറഞ്ഞൊക്കെ കൊടുക്കും അവരുടെ അടുത്ത്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഹരീഷിൻ്റെ അടുത്തൊക്കെ വാടാ പ്ലീസ് വാടാ ഒന്ന് വാടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്ന് എനിക്ക് വയ്യ, എന്നെ വന്നൊന്ന് രക്ഷിക്കാനൊക്കെ നമ്മൾ സുധീഷ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുക, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ സുധീഷ് ഫോൺ കട്ട് ചെയ്യുന്ന
കട്ട് ചെയ്തിട്ട് ഫോൺ കാലുകൊണ്ട് അങ്ങോട്ട് തട്ടി നീക്കും കേട്ടോ. ആ സമയത്താണെങ്കിൽ അങ്ങോട്ടാണെങ്കിൽ ഒരു ഗുണ്ട വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് ചോദിക്കും നീ എന്താണ് ഇവിടെ കാലിച്ച് തട്ടിക്കളഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സുധീഷാണെങ്കിൽ ഒന്നും മിണ്ടത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവരാണെങ്കിൽ സുധീഷിനെ ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവരാണെങ്കിൽ ആ ഫോൺ എടുത്തിട്ടാണെങ്കിൽ നോക്കുമ്പോൾ ഒരു കോള് പോയിട്ടുണ്ട്. അപ്പം അവർ ആ ഫോണിന് തിരിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുഭാഷാണെങ്കിൽ ഫോൺ എടുത്തിട്ടാണെങ്കിൽ സംസാരിക്കത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് അവരാണെങ്കിൽ അവിടെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ഗുണ്ടകളെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ സുഭാഷാണെങ്കിൽ ഫോൺ അങ്ങ് പെട്ടെന്ന് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവരാണെങ്കിൽ കാര്യം വിളിച്ച് നമ്മൾ അരുണിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നീതു ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഹരീഷ് ഫോൺ എടുക്കാത്തതിൻ്റെ വിഷമത്തിലാണെങ്കിൽ ഇങ്ങനെ മെസ്സേജൊക്കെ നമ്മൾ വാട്സപ്പിലൊക്കെ ഹരീഷിനാണെങ്കിൽ മെസ്സേജൊക്കെ അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആണെങ്കിൽ നമ്മൾ ഹരീഷിന് മെസ്സേജ് അയക്കുന്നതിൽ പറയുന്നുണ്ട് എന്തായാലും നീ ആണെങ്കിൽ ഇത്രയും നാൾ എന്നെ പറ്റിക്കുമായിരുന്നു, എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ നീതു മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇതിനെക്കാട്ടി നല്ലത് നീ മെസ്സേജ് ഫോൺ എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ നിധിയാണ്. അപ്പോൾ നിധിയാണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ ഫോൺ എടുക്കാത്തതിൻ്റെ ടെൻഷനിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ ഹരീഷാണെങ്കിലും പിന്നെ നികേഷാണെങ്കിലും അതുപോലെ നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിലും പിന്നെ നമ്മളെ സുധീഷ് പറഞ്ഞ കണക്ക് ആ ഫാക്ടറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.